എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബട്ടർ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് 2 മുട്ട, 2 കപ്പ് മൈദ, കുറച്ച് ബട്ടർ ഉരുക്കിയെടുത്തത്, പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ് മിൽക്ക് എന്നിവയാണ് എടുത്തിട്ടുള്ളത്. മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക. അത് മിക്സിയിലാണെങ്കിൽ പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റും. ഞാൻ കൈകൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. ഇനി അതിലേക്ക് കണ്ടൻസ് മിൽക്ക് 2 സ്പൂണ് ചേർത്ത് കൊടുക്കാം. ഇത് വലിയ മധുരം ഉണ്ടാവില്ല, അതിന് നോർമൽ മധുരമായിരിക്കും. പിന്നെ നല്ല മധുരം വേണമെന്നുള്ളവർക്ക് 2 സ്പൂണ് പഞ്ചസാരയോ 2 സ്പൂണ് കണ്ടൻസ് മിൽക്കോ കൂടി അധികം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ഉരുക്കി വെച്ച ബട്ടർ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ നന്നായിട്ട് ഒന്നും കൂടി പതപ്പിക്കുക. ഇതിലേക്ക് ഒരു നുള്ള ഏലക്കാപ്പൊടിയും ഒരു നുള്ള ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയും മൈദ മാവ് 1 കപ്പ് അതിൽ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ലൂസായിട്ടുണ്ട്. ഇനി 1 കപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ തീരെയും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യമായിട്ട് വരികയാണെങ്കിൽ കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും. കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ ബട്ടറും മുട്ടയും മാത്രം ചേർത്ത് കുഴയ്ക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ല ക്രിസ്പി ആയിരിക്കും, എന്നാൽ നല്ല സോഫ്റ്റുമാണ്. ഒരു സ്പൂണ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ 1-2 മാസം ഇരുന്നാലും ഇത് തീരെ കേടാവില്ല. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇനി അതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറുത്ത എള്ളും വെളുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് എള്ള് ഞാൻ കഴുകി ഉണക്കി എടുത്ത് വച്ചിട്ടുള്ളതാണ്. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ചപ്പാത്തി കല്ലിലേക്ക് വെച്ച് ഒന്നും കൂടി കുഴച്ച് നല്ലപോലെ മയം വരുത്തുക. ഇനി ഇത് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കുക. ചപ്പാത്തിക്ക് പരത്തുന്ന അത്ര നൈസിൽ പരത്തണ്ട, ചെറിയൊരു കട്ടിയിൽ പരത്തിയെടുക്കുക. ഒരു 2 ചപ്പാത്തിയുടെ കനത്തിലുള്ള അത് മതിയാകും, തീരെ കട്ടി കൂടണ്ട. പിന്നെ ചെറിയ ഒരു ഇത് വെച്ചാണ് അതിൻ്റെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ചൂടായ എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലുള്ള ചൂടേ വയ്ക്കാവൂ, അല്ലെങ്കിൽ ഇടുമ്പം തന്നെ പുറം കരിഞ്ഞ് അത് അകം അത്ര വെന്ത് കിട്ടില്ല. മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ വറുത്തെടുക്കുക. ഈ ഒരു പാകത്തിന് വറുത്തെടുക്കാവുന്നതാണ്.
ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്ക് കോരിയെടുക്കുക. പാകത്തിനുള്ളതായിരിക്കും. ഇപ്പോൾ എല്ലാം അതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ എടുത്ത് ഒന്ന് പൊട്ടിക്കുമ്പോൾ പൊട്ടുന്ന പാകത്തിനായിരിക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.